നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടലിൽ ഒളിച്ച് നടന്ന ബെയ്ലി ജോസഫ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി പിടിയിലായിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വഞ്ചൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബേലിൻ ദാസിനെ പിടികൂടിയത് പൂന്തുറയിലുള്ള വീട്ടിലെത്തി മടങ്ങുമ്പോൾ പള്ളിത്തുറയിലുള്ള സുഹൃത്തിന്റെ വീട്ടിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. സുഹൃത്തിനൊപ്പം കാറിൽ മടങ്ങുമ്പോൾ ഈ ഡാൻസ് ഓഫ് സംഘമാണ് കാർ കണ്ടെത്തിയത്. ഡാൻസ് ഓഫ് കാറിനെ പിന്തുടർന്ന് സ്റ്റേഷൻ കടവിൽ വെച്ച് തുമ്പ പോലീസ് കാർ വളഞ്ഞ് പിടികൂടുകയായിരുന്നു. പ്രതി കഴക്കൂട്ടം ഭാഗത്തേക്ക് കാറിൽ പോകുന്നതായി വഞ്ചൂർ SHOയ്ക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നു. പോലീസ് വ്യാപകമായി തിരയുന്നതിനിടെ വാഹനങ്ങൾ മാറി ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ ഡാൻസ് ഓഫ് സംഘവും തുമ്പ പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു. തുമ്പ സ്റ്റേഷനിൽ നിന്ന് വഞ്ചൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ച ഈ ബെയിൻ ദാസിനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇന്ന് കോടതിയിൽ ഹാജരായത്. ഷാമിലിയാണ് ആദ്യം പ്രകോപനം ഉണ്ടാക്കിയത് എന്നും അപ്പോഴത്തെ ദേഷ്യത്തിൽ സംഭവിച്ചതാണെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ജാമ്യമില്ലാ കുറ്റം നിലനിൽക്കില്ല എന്നുമാണ് സെക്ഷൻസ് കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ബെയിലിൻ പറയുന്നത്. മാത്രമല്ല തന്നെയാണ് ആദ്യം മർദ്ദിച്ചത് എന്ന ഒരു ന്യായവും അയാൾ പറയുന്നുണ്ട്. അതിന്റെ പ്രകോപനത്തിലാണ് താൻ മർദ്ദിച്ചത് എന്നാണ് പറയുന്നത്. നീതി നടപ്പിലായി എന്നാണ് ശാലിനി പറയുന്നത്. എന്തായാലും ഇയാൾ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും കേസിന് ആസ്പദമായ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് തന്നെ ജോലിയിൽ നിന്നും പെട്ടെന്ന് മാറ്റി നിർത്തിയത് എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് അയാളോട് സംസാരിക്കുമ്പോഴാണ്, ഈ അഭിഭാഷകനോട് സംസാരിക്കുമ്പോഴാണ് ഷാമിലിയെ മർദ്ദിക്കുന്നത്. അടിച്ച് അവശയാക്കിയ നിലയിലായിരുന്നു ഷാമിലി. 5 മാസം ഗർഭിണിയായിരുന്നപ്പോഴും തന്നെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് ഷാമിലി പറയുന്നുണ്ട്. എന്തായാലും പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമെന്നും കേരള പോലീസിന് നന്ദിയെന്നും മർദ്ദനമേറ്റ അഭിഭാഷക ഷാമിലി ജസ്റ്റിൻ പ്രതികരിച്ചു. ജൂനിയർ അഭിഭാഷകയെ മാറ്റാൻ താൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രകോപിതനായി ആക്രമിച്ചുവെന്നാണ് പരാതിക്കാരി ഷാമിലി ജസ്റ്റിൻ ബാർ കൌൺസിലിന് നൽകിയ പരാതി. ബോധപൂർവം സ്ത്രീത്വത്തെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടില്ല എന്ന് ബെയിലിൻ ദാസ് വാദിക്കുന്നു. ബെയിലിൻ ദാസിന്റെ ഭാര്യയ്ക്ക് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിന് വഞ്ചൂർ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. കയ്യേറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് വഞ്ചൂർ പോലീസ് ബെയിലിൻ ദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. വഞ്ചൂർ മഹാറാണി ബിൽഡിംഗിലുള്ള ഓഫീസിൽ വെച്ചാണ് മർദ്ദനമുണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. ഷാമിലിയും അഭിഭാഷകനും തമ്മിൽ രാവിലെ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സീനിയർ അഭിഭാഷകൻ യുവതിയെ മർദ്ദിച്ചത് എന്നാണ് വിവരം. യുവതി ജനറൽ ആശുപത്രിയിലാണ് ആദ്യം ചികിത്സ തേടിയത്. മുഖത്ത് ചതവുണ്ടായിരുന്നു. യുവജന കമ്മീഷനും സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. നേരത്തെ ബെയിലിൻ ദാസിനെ ബാർ അസോസിയേഷനിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കിയിരുന്നു. ബെയിലിൻ ദാസിന്റെ അഭിഭാഷക അംഗത്വം റദ്ദാക്കണമെന്ന ബാർ അസോസിയേഷൻ ബാർ കൌൺസിലിന് ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ബെയിലിൻ ദാസിന്റെ സംഭാഷണവും ഒപ്പം അതുപോലെ തന്നെ ഈ അവസരത്തിൽ എനിക്ക് ആദ്യം എല്ലാവരോടുള്ള നന്ദി മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും എൻ്റെ കൂടെ വളരെയധികം സപ്പോർട്ടീവായിട്ട് നിന്നു. പ്രത്യേകിച്ച് മീഡിയ, നിങ്ങളാണ് ഈ വാർത്ത ഇത്രയ്ക്കും പ്രാധാന്യം നൽകിയത്. അതിൻ്റെ ബേസിസിൽ തന്നെയാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് നീതി ലഭിച്ചത്. പിന്നെ കേരള പോലീസ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പ്രത്യേകിച്ച് CA സാർ, SI മഞ്ജു മാം, അവരൊക്കെ ഊർജിതമായിട്ടുള്ള അന്വേഷണം തന്നെയായിരുന്നു. ഈ പ്രൊഫഷനിൽ നിന്നല്ല, ഏത് പ്രൊഫഷനിലായാലും ഏത് ജോലിയിലായാലും ഇങ്ങനെ ഒരാളെ കയ്യേറ്റം ചെയ്യാന്നുള്ളത് തീർത്തും തെറ്റായ കാര്യം തന്നെയാണ്. ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരിക്കലും അദ്ദേഹം ഇനി ഈ കുപ്പായം അണിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ്. പിന്നെ കോടതിയിൽ ഇരിക്കുന്ന തീരുമാനം, ബാർ കൗൺസിൽ, ബാർ അസോസിയേഷൻ, അവരൊക്കെ തീരുമാനം, അതിൻ്റെ കാരണമാണ് എൻ്റെ ഈ മുഖത്ത് കാണുന്നത്. ഇതിൽ കൂടുതൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. എല്ലാവരും കൂടെ നിന്നു. എനിക്കങ്ങനെ എന്നെ ആരും ഒറ്റപ്പെടുത്തിയില്ല. എല്ലാവരും എന്നെ തോളോട് തോൾ ചേർത്ത് തന്നെയാണ് നിന്നത്. ബാർ കൗൺസിൽ, ബാർ അസോസിയേഷനൊക്കെ ഉടനടി നടപടി സ്വീകരിച്ചു. എല്ലാവരോടുള്ള നന്ദി മാത്രമേ ഉള്ളൂ. അവർക്ക് ഡിഫൻസ് എടുത്തേ പറ്റൂ. അറിയാലോ, ഒരു കേസാകുമ്പോൾ 2 ഭാഗം, അവർക്ക് അവരുടെ ഭാഗം ഡിഫൻസാണ്, അവർക്കത് എടുത്തേ പറ്റൂ. എപ്പോഴും നമ്മൾ എന്നെ അടിച്ചു എന്നുള്ളതാണ് എൻ്റെ പരാതി. അവർ പറയുന്ന പോലെ പെട്ടെന്നുള്ള പ്രൊവോക്കേഷൻ, അവരത് തന്നെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രം, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് വെച്ചിട്ട് കോടതി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. എന്ത് തന്നെ ആയാലും, എന്ത് തീരുമാനം കോടതി എടുത്താലും എനിക്കതിൽ യാതൊരു പരാതിയില്ല.